പ്രിയപ്പെട്ടവരെ, റിപ്പോർട്ട് ബ്രേക്കിംഗ്. മസാല ബോണ്ട് കേസിൽ ഇ.ഡി. നോട്ടീസ് അയച്ചതിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് സർക്കാർ. ഏത് തരത്തിൽ നിയമ നടപടികൾ ആരംഭിക്കണമെന്ന കാര്യത്തിൽ അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം തേടി. നോട്ടീസിന് മറുപടി നൽകി കോടതിയെ സമീപിക്കണോ, മറുപടി നൽകാതെ നിയമവഴി സ്വീകരിക്കണോ എന്നതിലാണ് ഉപദേശം തേടിയത്. ടി.വി. പ്രസാദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ടി.വി. പ്രസാദ്, സർക്കാർ ഈ വിഷയത്തിൽ നിയമോപദേശം തേടിയിരിക്കുകയാണ്. ഇ.ഡി. പറഞ്ഞിരിക്കുന്നത്, ഇ.ഡിയുടെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കൊടുത്തിരിക്കുന്ന സമൻസിൽ അത് നേരിട്ട് ഹാജരാകേണ്ടതില്ല, മറുപടി നൽകിയാൽ മതി എന്നാണ് മനസ്സിലാക്കുന്നത്. ആ മറുപടി ഒരുപക്ഷെ രാഷ്ട്രീയ ആയുധമായി തന്നെ LDF ഉപയോഗിക്കില്ലേ? ടി.വി. പ്രസാദ്. ഉറപ്പായും അരുൺ, ആ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് വന്ന നോട്ടീസ്, ആ നോട്ടീസ് സർക്കാരിനും CPIM-നും ഒരു ക്ഷീണവും ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് കൊണ്ട് കേന്ദ്ര സർക്കാർ ബുദ്ധിമുട്ടിക്കുന്നു എന്ന പ്രചരണത്തിലേക്ക് കൊണ്ടുപോകാനാണ് രാഷ്ട്രീയമായി CPIM അതിനെ ഉപയോഗിച്ചത്. ആ രീതിയിൽ തന്നെയാണ് അത് മുന്നോട്ട് പോയതും. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് ഈ തെരഞ്ഞെടുപ്പിനിടയിൽ CPIM-ന് അല്ലെങ്കിൽ സർക്കാരിന് ഉണ്ടാക്കിയിട്ടില്ല എന്ന വിലയിരുത്തലിലാണ് പാർട്ടി ഉള്ളത്. അതുകൊണ്ട് തന്നെ നിയമപരമായി അതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളതാണ് പാർട്ടി നോക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഭൂമി വാങ്ങാനല്ല പണം ഉപയോഗിച്ചത്, മറിച്ച് ഭൂമി ഏറ്റെടുക്കാനാണ് ഉപയോഗിച്ചത്. അതായത് ഇ.ഡി. പറയുന്നത് പോലെ അതിലൊരു റിയൽ എസ്റ്റേറ്റ് വ്യാപാര സാധ്യതയില്ല, മറിച്ച് പദ്ധതിക്ക് വേണ്ടി, സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഏറ്റെടുക്കുന്ന ഭൂമി റിയൽ എസ്റ്റേറ്റ് പോലെ യഥേഷ്ടം വിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട പോയിന്റ്. അതുകൊണ്ട് തന്നെ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ഈ നോട്ടീസ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് എതിരായുള്ള ഒരു ആയുധമാക്കി മാറ്റുന്നു ഇ.ഡിയെ ഉപയോഗിച്ച് എന്ന് പറയാൻ, ജനങ്ങൾക്ക് മുമ്പിൽ പറയാൻ CPIM-നും പാർട്ടിക്കും അല്ലെങ്കിൽ സർക്കാരിനും കഴിയും എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നോട്ടീസിന് പിന്നാലെ കോൺഗ്രസിന്റെ പ്രതികരണം എന്നുള്ളത് തെരഞ്ഞെടുപ്പാകുമ്പോൾ CPIM-നെ ഒന്നുകൂടി സഹായിക്കാൻ BJP ശ്രമിക്കുന്നു എന്ന ആരോപണമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ടി.വി. പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.